ഒരു സ്ത്രീയെ, നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിലിട്ട ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന നമ്മുടെ നിയമവ്യവസ്ഥയെ പല്ലിടിച്ച് കാണിക്കുന്ന ഒരു നടപടിയാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കുണ്ടായത്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു ലഹരി കേസിൽ കുടുക്കി അവരെ 72 ദിവസമാണ് ജയിലിലടക്കാൻ കഴിഞ്ഞത്. ഇന്നലെ ഈ കേസിലെ പ്രധാന പ്രതി NM നാരായണദാസ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തി. പക്ഷേ ഹൈക്കോടതി നിർദ്ദയം ഈ അപേക്ഷ തള്ളിക്കളഞ്ഞു. ഷീല സണ്ണി ഒരു കൊല്ലമായി നടത്തിവന്ന നിയമ പോരാട്ടങ്ങളാണ് ഫലപ്രാപ്തിയിൽ എത്തുന്നത്. പ്രതി നാരായണദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നീതി പടിവാതുക്കളിൽ എത്തി എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഷീല സണ്ണി. ഹൈക്കോടതി ഇന്നലെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ജയിലിൽ തളച്ച 72 ദിവസം, ഈ 72 ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ എങ്ങനെ മടക്കി കൊടുക്കും, എന്ത് നഷ്ടപരിഹാരം നൽകും? ഇത് ഒരു പ്രതിക്ക് മറുപടി പറയാൻ കഴിയാത്ത ഹൈക്കോടതിയുടെ ചോദ്യമായിരുന്നു ഇന്നലെ. കേരളത്തിലെ മനസാക്ഷിയിൽ തറക്കേണ്ട ചോദ്യമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായത്. ഒരു 3:30-4 മണിയായപ്പോൾ കുറേ പേര് പാർലറിലേക്ക് അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഷീല സണ്ണി അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാറേ, ഇനി ഇവിടെ മയക്കുമരുന്ന് ബിസിനസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളത് അന്വേഷിക്കാൻ വന്നതാണ്. ആള് ബാഗ് എടുത്ത് വേറെ എവിടെയും അന്വേഷിച്ചില്ല. പാർലറിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷെ അവർ എവിടെയും അന്വേഷിച്ചില്ല. ബാഗ് എടുത്തു, ബാഗ് തുറന്നു. അപ്പം രണ്ടാമത്തെ കള്ളിയിൽ സിബ് ഉണ്ട്, ഉള്ളിലൊരു സിബിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് ഒരു ചെറിയ പേപ്പർ പൊതി മാതിരി എടുത്തു. എന്നിട്ടാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ബില്ലൊക്കെ ആയിരിക്കും ഉള്ളിൽ പോയിരുന്നത്. അപ്പം ആളത് തുറന്നിട്ട് പറഞ്ഞു, ഇതാണ് സ്റ്റാമ്പ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചുള്ളൂ, ഇതാണ് സ്റ്റാമ്പ് അങ്ങനെയാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ താഴെ ഇറക്കി അവരുടെ ജീപ്പിൽ കയറ്റി ചാലക്കുടി എക്സൈസ് ഓഫീസിലേക്ക് അവിടെ കൊണ്ടുപോയി. വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിനെ തുടർന്ന് 72 ദിവസമാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണി ജയിലിൽ കഴിഞ്ഞത്. കേസിലെ ഫോറൻസിക് ഫലമാണ് നിരപരാധിയാണെന്ന സത്യം പുറം ലോകത്തെ അറിയിച്ചത്. അപ്പോഴും ഫോറൻസിക് റിപ്പോർട്ടടക്കം മറച്ചുവെക്കാൻ എക്സൈസ് ശ്രമിച്ചു. മാധ്യമിടപെടൽ എക്സൈസിന്റെ പൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. പിന്നാലെ 1 വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടം. ആ കേസിലാണ് മുഖ്യപ്രതിയായ NM നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. വിഷലിപ്തമായ പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. വ്യാജ ആരോപണം ജീവിതം തന്നെ ഇല്ലാതാക്കും. നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിൽ അടച്ചതിന് ആര് നഷ്ടപരിഹാരം നൽകുമെന്ന് കോടതി ചോദിച്ചു. കള്ളക്കേസിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണം. പ്രതി 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. കള്ളക്കേസുകളുടെ കാര്യത്തിൽ നിലവിലെ ശിക്ഷ പര്യാപ്തമാണോ എന്ന് പാർലമെന്റ് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട കോടതി കേസിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചു. ഷീല സണ്ണിയെ കുടുക്കാൻ ബന്ധുവിന് ലഹരിമരുന്ന് കൈമാറുകയും എക്സൈസ് ഉദ്യോഗസ്ഥനായ സതീഷിന് വിവരം കൈമാറുകയും ചെയ്തത് നാരായണദാസാണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് നാരായണദാസ് മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തിയത്. 24 തൃശൂർ. ഈ നാരായണദാസ് ഒരാഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ കീഴടങ്ങണമെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം നിയമവ്യവസ്ഥയെ പല്ലിടിച്ച് കാണിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. 72 ദിവസമൊക്കെ ഒരു സ്ത്രീയെ ജയിലിലിടാൻ കഴിഞ്ഞു, അതും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ. ഗൂഢാലോചനയുടെ മറവിലാണ് ഈ സ്ത്രീ, ഈ ഷീല സണ്ണിയെ ജയിലിലിട്ടത്. വല്ലാത്ത അമർഷം നമുക്ക് തോന്നും. കാര്യം ഒരാൾ രക്ഷപ്പെട്ടു പോയാലും നമുക്ക്, ഒരു പ്രതി രക്ഷപ്പെട്ടു പോയാലും നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഒരാൾ കുറ്റം ചെയ്യാത്ത ഒരാളെ നിയമത്തിൻ്റെ കയ്യിൽ കുരുക്കിയിട്ട് 72 ദിവസം ജയിലിലിട്ടു. കോടതി ചോദിച്ച പോലെ ഇവരുടെ 72 ദിവസം ആര് മടക്കി കൊടുക്കും, ആർക്ക് മടക്കി കൊടുക്കാൻ കഴിയും?